ന്യൂസ് 18ലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കയിൽ നിന്നുമുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. എൻ്റെ പേര് സജിമോൻ ആന്റണി. ഞാൻ ന്യൂയോർക്കിൽ നിന്നുമാണ്. അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ, അമേരിക്കൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ഇന്ന് US സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വെർഡിക്റ്റ് ഏതാനും നിമിഷങ്ങൾക്കകം എനി മൊമെന്റ് എക്സ്പെക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊളറാഡോ എന്ന് പറഞ്ഞ US സ്റ്റേറ്റ് ട്രംപിന്റെ ബാലറ്റിൽ നിന്ന് മെയിൻ ജനറൽ ഇലക്ഷനിൽ നിന്ന് നിരോധിച്ചായിരുന്നു. അതിൽ തുടർന്ന് ഓരോ അമേരിക്കയിലുള്ള പല സ്റ്റേറ്റിന്റെയും ഒരു ബാലറ്റ് കോൺടെസ്റ്റ് നടന്നു. സ്റ്റേറ്റിന്റെ സുപ്രീം കോർട്ടുകളിൽ ഓരോ ചലഞ്ചസ് നടന്നു. ട്രംപിനെ സുപ്രീം കോർട്ടിൽ നിന്ന് ബാലറ്റിൽ നിന്ന് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 14th അമെൻഡ്മെന്റ് അനുസരിച്ചിട്ട് ഇൻസറക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെയും ഇവിടുത്തെ ഇലക്ഷന്റെ ബാലറ്റിൽ വെക്കാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്. അപ്പൊ ആ ക്ലോസിനെ ആപ്ലിക്കബിൾ ആക്കിക്കൊണ്ടാണ് ട്രംപിനെ ബാൻ ചെയ്യണമെന്ന് ആദ്യത്തെ ഒരു കേസ് കൊളറാഡോ സ്റ്റേറ്റിൽ വരികയും ആ കൊളറാഡോ സ്റ്റേറ്റ് സുപ്രീം കോർട്ട് ട്രംപിനെ ബാൻ ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് പല സ്റ്റേറ്റുകളിലും ഒരു ബാലറ്റ് കോർട്ട് ഫൈറ്റ് നടന്നു, ട്രംപ് വേഴ്സസ് അതർ ടീം. എന്നാൽ ചില 3 സ്റ്റേറ്റുകൾ, കൊളറാഡോ, മെയിൻ ആൻഡ് ഇല്ലിനോയ്സ്, ഇങ്ങനെയുള്ള 3 സ്റ്റേറ്റ് ട്രംപിനെ ബാൻ ചെയ്യുകയും ഇലക്ഷൻ നിൽക്കാണ്ട് ബാൻ ചെയ്യുകയും, എന്നാൽ മറ്റു പല സ്റ്റേറ്റുകൾ അതിന് ട്രംപിന് അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു വെർഡിക്റ്റ് US കോർട്ടിലേക്ക് വരികയും US കോർട്ട് ഇത് കുറെ നാളത്തേക്ക് പെൻഡിംഗ് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം നാളെയാണ് ഇവിടെ യുഎസിന്റെ സൂപ്പർ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ഏകദേശം 36% പ്രൈമറി വോട്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപ് ആണോ അത് മറ്റാരെങ്കിലും ആണോ ഇവിടുത്തെ ഇലക്ഷന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വരേണ്ടത് എന്നുള്ളൊരു തീരുമാനം. അപ്പൊ സൂപ്പർ ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ റിപ്പബ്ലിക്കൻ പ്രൈമറിയുടെ ഒരു വേർഡിക്റ്റ് ആണ് ആരാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ മത്സരിക്കാൻ പോകുന്നത് ഈ വരുന്ന നവംബറിലെ ജനറൽ ഇലക്ഷനിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുപ്രീം കോർട്ട് വളരെ ഹറിയായിട്ട് ഈ ഒരു കേസ് കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് പെൻഡിങ്ങിലായിരുന്നു. അതിന്റെ ഒരു വേർഡിക്റ്റ് ഇന്ന് വരും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ അധികം കോർട്ടിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലീക്ക് ഔട്ട് ആകത്തില്ല. എന്നാൽ ഒരു മീഡിയയുടെ സ്പെക്കുലേഷൻ ആണ് ഇതായിരിക്കും കേസ്, ഇതിന്റെ ഒരു വേർഡിക്റ്റ് ഇന്ന് എനി മൂവ്മെന്റ് വരാം എന്നുള്ളതാണ്. ഇവിടെ നിന്നുള്ള ഒരു ആന്റിസിപ്പേഷന് ഇത് ഈ ഒരു വേർഡിക്റ്റ് ട്രംപിന് അനുകൂലമായി പോകുമെന്നാണ്. കാരണം സുപ്രീം കോർട്ട് വളരെ ഹെസിറ്റന്റ് ആണ് ഈ ഒരു കാര്യത്തിൽ എതിരെ വിധിക്കാനായിട്ട്. 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഇത് 14th അമെൻഡ്മെന്റ് ഇൻസ്ട്രക്ഷൻ എന്നൊരു വേർഡ് ഇതുവരെ വേറൊരു കോർട്ടും ട്രംപിനുള്ള കേസ് നടക്കുന്നുണ്ട് തന്നെ വേർഡിക്റ്റ് ഒരിടത്തും ആയിട്ടില്ല എന്നുള്ളൊരു റീസൺ ആയിരിക്കാം ഒന്ന്. രണ്ടാമത്തേത്, ഇത് വളരെ വളരെ സുപ്രധാനമായ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ഇത്. അത് വളരെ കോൺട്രവേഴ്സ്യൽ ആണെന്ന് കോർട്ടിന് തന്നെ അറിയാം. എന്നാൽ സ്റ്റേറ്റിന് അമേരിക്കയുടെ ജനറൽ ഇലക്ഷന് എന്തുമാത്രം റൂൾ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നതിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തലും കൂടി ആയിരിക്കും ഇത്. കാരണം ഇത് അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റ് ഇലക്ഷൻ ആണ്. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തുമാത്രം റോൾ ഉണ്ട്, അത് എന്തുമാത്രം വെർഡിക്റ്റിന് സുപ്രധാനം കൊടുക്കാം എന്നുള്ള ഒരു ആംഗിളും കൂടെ ഈ ഒരു വെർഡിക്റ്റിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ 9 ജഡ്ജിമാരാണ്. 9 പേരാണ് ഉള്ളത്. അതിൽ 6 പേര് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനേറ്റ് ചെയ്ത ജഡ്ജിമാരാണ് ഉള്ളത്. അവരുടെ ഭരണത്തിൽ ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതേസമയം 3 പേരാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഭരണത്തിൽ ഇരുന്നപ്പം നോമിനേറ്റ് ചെയ്ത ജഡ്ജിമാർ. അപ്പൊ 6-3 എന്നുള്ളൊരു കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്നുള്ളൊരു ഇക്വേഷൻ ആണ് നിൽക്കുന്നത്. അപ്പം ഇത് ഉറ്റുനോക്കുന്നത് ഇതാണ്, ഈ 9 പേരും യുനാനിമസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആണോ, ഒരു വെർഡിക്റ്റ് ആണോ വരാൻ പോകുന്നത്, അതോ ഈ 9 ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുമോ, 6-3 എന്ന് വരുമോ അല്ലെ 5-4 എന്ന് വരുമോ എന്നുള്ളതൊക്കെയാണ് മീഡിയയും ഞങ്ങൾ ഓരോരുത്തരും വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്നത്. ഏതായാലും ഇത് വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ലോകമാകമാനമുള്ള ഒരു ഡെമോക്രസിക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇവിടെ ഉള്ള ജനറൽ ഇലക്ഷന് കോർട്ടിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.